ആഴ്ചകൾ തോറും ഓഫറുകളുമായി കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, പട്ടാമ്പി ആൻഡ് ഷൊർണൂർ. കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രവാസി സേവാ കേന്ദ്രം ആരംഭിക്കുന്നു. നവംബർ 1 കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊപ്പം പഞ്ചായത്തിലെ പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഓൺലൈൻ സേവനങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് മികച്ച സേവനങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവാസി സേവാ കേന്ദ്രം ആരംഭിക്കുന്നത്. മുഴുവൻ പ്രവാസികൾക്കും പൊതുജനങ്ങൾക്കും ആവശ്യമായ പ്രവാസി സംബന്ധമായതും അല്ലാത്തതുമായ പരമാവധി ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സംരംഭം ആരംഭിക്കുന്നതെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 1 രാവിലെ 10 മണിക്ക് മുളയങ്കാവ് റോഡിലുള്ള പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മ ഓഫീസിലാണ് സേവാകേന്ദ്രം ആരംഭിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ സേവാകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ചേർത്ത് പിടിച്ചുകൊണ്ട് കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മയുടെ വിജയകരമായ യാത്ര 7ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ വരുന്ന നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ നമ്മുടെ കൊപ്പം പഞ്ചായത്തിലെ എല്ലാ പ്രവാസികൾക്കും ഒരു സമ്മാനം എന്ന നിലയിൽ നമ്മളൊരു പ്രവാസി സേവാ കേന്ദ്ര കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മയുടെ കീഴിൽ ആരംഭിക്കാൻ പോവുകയാണ്. പ്രവാസി സംബന്ധമായ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ പ്രവാസി കൂട്ടായ്മയുടെ അണ്ടറിൽ കൊണ്ടുവരിക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. നോർക്ക ID, അതുപോലെ പ്രവാസി ക്ഷേമനിധി തുടങ്ങിയ എല്ലാ സേവനങ്ങളും കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മ അംഗങ്ങൾക്കും മറ്റ് പ്രവാസികൾക്കും എല്ലാം ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ ഈസിലി ആക്സസബിൾ ആയിട്ടുള്ള, വളരെ പെട്ടെന്ന് തന്നെ അതിലേക്ക് കടന്നു ചെല്ലാവുന്ന തരത്തിലാണ് നമ്മളിത് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സംരംഭം വരുന്ന നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ നിർവഹിക്കുന്നതാണ്. അപ്പൊ അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് KT ഷാജി മുഖ്യാതിഥിയാകും. കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് അബ്ദുൾ സിദ്ദീഖ് കാഞ്ഞിരക്കോട്ടിൽ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. കഴിഞ്ഞ 7 വർഷമായി കൊപ്പത്തെ പ്രവാസി കൂട്ടായ്മ പ്രവർത്തിച്ചു വരുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഒരുപാട് പ്രവാസികളുടെ കൊപ്പം അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് വേണ്ട ക്ഷേമനിധി, ചികിത്സ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രവാസി ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ ലഭിക്കും, അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ എങ്ങനെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനൊക്കെ ഒരുപാട് ആളുകൾക്ക് പല ബുദ്ധിമുട്ടുകളും വരുന്ന സാഹചര്യത്തിൽ അതെല്ലാം ഒരു കുടക്കീഴിലാക്കിക്കൊണ്ട് കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മ സേവാ കേന്ദ്രത്തിലൂടെ അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. വളരെ തുച്ഛമായ സേവാ കേന്ദ്രം ഉദ്ദേശിക്കുന്നത് പ്രവാസികളായി വരുന്ന ആളുകൾക്ക് ഒരുപാട് ഓഫീസുകൾ കയറി ഇറങ്ങാതെ എല്ലാം ഒരു കുടക്കീഴായിക്കൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഞങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ പ്രവാസികളെയും അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ അത് പഠിച്ചുകൊണ്ട് അവർക്ക് വേണ്ട രീതികൾ എങ്ങനെയൊക്കെ ഏതൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു സംരംഭം ഞങ്ങൾ തുടങ്ങുന്നത്. അത് പ്രവാസികൾക്ക് വലിയൊരു ആശ്വാസമാവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ്, അബ്ദുൾ റഫീഖ്, PK അൻവർ സാദിഖ്, V ഷാഹുൽ അമീർ, മൊയ്തീൻകുട്ടി പുലാശ്ശേരി എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു.